ഹലോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഏർലി മോർണിംഗ് അതിരാവിലെ ഞാൻ എണീറ്റ് സാറയുടെ സ്നാക്ക് ബോക്സ് റെഡിയാക്കുന്ന ഒരു വീഡിയോ ആണ്. പിന്നെ നമ്മുടെ ഒരു കൊച്ച് ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റും കൂടി ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാറയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കേക്കും അതുപോലെ തന്നെ ബട്ടർ കുക്കീസും അതുപോലെ തന്നെ നഗറ്റ്സും സ്നാക്ക് ബോക്സിന് റെഡിയാക്കാനുള്ള ഐറ്റംസ് എല്ലാം അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇതാ ഫ്രിഡ്ജിൽ നിന്ന് ഫ്രൂട്ട്സ് എടുത്തു. ഒരു പിയറും അതുപോലെ തന്നെ കുറച്ച് ഗ്രേപ്സും എടുത്ത് വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെക്കുകയാണ്. നന്നായിട്ട് ഇട്ട് വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകി കട്ട് ചെയ്ത് ഇതാ ടേബിളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് അവർക്ക് സ്നാക്സായിട്ട് എടുത്തിരിക്കുന്നത് കേക്കും ബട്ടർ കുക്കീസും നഗറ്റ്സും, ഫ്രൂട്ട്സായിട്ട് ഗ്രേപ്സും അതുപോലെ തന്നെ പിയറും. അപ്പോൾ അതിനുശേഷം മോളുടെ ടൈം ടേബിളൊക്കെ നോക്കിയതിന് ശേഷം അവൾക്ക് വേണ്ട ഇന്ന് സ്കൂളിലത്തേന് വേണ്ടിയിട്ട് കൊടുത്തു വിടേണ്ട ഹോംവർക്ക്, ഇന്നലെ ചെയ്യിപ്പിച്ച ഹോംവർക്ക്സ് ഞാൻ ഒന്നും കൂടെ മറിച്ചൊക്കെ നോക്കുകയാണ്. പിന്നെ അവളുടെ റെഗുലറായിട്ട് കൊണ്ടുപോകുന്ന സ്കൂൾ ഡയറി, പിന്നീട് ഇന്ന് അവൾക്ക് സ്കൂളിലെ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് കുറച്ച് ഒബ്ജക്റ്റ് ഞാൻ കൊടുത്തു വിടുന്നുണ്ട്. BIF എന്ന് പറയുന്ന ലെറ്ററിൽ തുടങ്ങുന്ന ഐറ്റംസ്. അത് ടൈം ടേബിൾ നോക്കിയപ്പോഴത്തേനും കണ്ടതാണ്. അപ്പോൾ ഞാൻ ടൈം ടേബിൾ നോക്കിയിട്ട് ഇപ്പോൾ വേണ്ട കാര്യങ്ങൾ ബാഗിലേക്ക് എടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ ബി എന്ന് പറയുമ്പോഴത്തേനും ബിസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്. I എന്ന് പറയുമ്പോൾ ഐസ്ക്രീം ട്രേ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ F ഫോർ ഫ്രൂട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സാറയുടെ ഇന്നത്തെ സ്കൂളിലെ ആക്ടിവിറ്റീസും കാര്യങ്ങളുമൊക്കെ. പിന്നെ അതിന് ശേഷം ഞാൻ മോൾക്ക് വേണ്ടിയിട്ടുള്ള സ്നാക്ക് ബോക്സ് റെഡിയാക്കുകയാണ്. കേക്കും നിങ്ങൾ കണ്ടല്ലോ, ഈ ഐറ്റംസൊക്കെ തന്നെയാണ്. അപ്പോൾ അവൾക്ക് ഈ കേക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ കാഷ്യൂനട്ട് ഞാൻ ഇന്നും കൂടി വെക്കുന്നുണ്ട്. ഇന്നും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഡേയ്സത്തേന് ഇനി കാഷ്യൂനട്ട്, അതായത് നട്ട്സ് ഐറ്റംസ് വെക്കുന്നില്ല. അവൾ നട്ട്സ് ഒന്നും കഴിക്കാതെ തന്നെ തിരിച്ചു കൊണ്ടുവരികയാണ്. അപ്പോൾ അവൾക്കത് ബോറായി തുടങ്ങി. അതുകൊണ്ട് തന്നെ കുറച്ച് ബ്രേക്ക് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. എന്നും കുഞ്ഞുങ്ങൾക്ക് ഒരു സെയിം ഐറ്റം എന്നും കൊടുത്തു വിടുമ്പോഴത്തേനും അത് ഭയങ്കര ബോറാവുമല്ലോ. അപ്പോൾ അവളിപ്പം ഒരു നട്ടും, അതായത് പിസ്ത ആണേലും ബദാം ആണേലും റോസ്റ്റഡ് നട്ട്സ്, കാഷ്യൂനട്ട് ആണേലും ഒന്നും അവൾക്ക് വേണ്ട. അപ്പം നട്ട്സിനോട് ഇപ്പോൾ ഒരു ഇച്ചിരി താല്പര്യക്കുറവുണ്ട്. അതിനിപ്പോൾ വീട്ടിൽ വെച്ച് തന്നെ ഫ്രഷായിട്ട് എന്തെങ്കിലും പറഞ്ഞ് കഴിപ്പിക്കാം. സ്നാക്ക് ബോക്സിൽ കൊടുത്ത് വിട്ടിട്ട് നട്ട്സ് ഇപ്പോൾ കഴിക്കുന്നില്ല. അപ്പോൾ ഇതാ സാറയുടെ സ്നാക്ക് ബോക്സ് റെഡി ആയിട്ടുണ്ട്. വാട്ടർ ബോട്ടിലിൽ വെള്ളം എടുക്കുന്നത് ചെറു ചൂടുവെള്ളമാണ് എടുക്കുന്നത്. ചെറിയ ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ ഐറ്റംസും അടുപ്പിച്ചു. ഇനി ബാഗിലേക്ക് വെക്കുകയാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് അവൾക്ക് സ്കൂളിൽ ഇന്ന് ഓണം സെലിബ്രേഷനാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ട്രഡീഷണൽ കേരള വിയറാണ് ഡ്രസ്സ്, കേരള ഡ്രസ്സ് ഇട്ട് വിടണം എന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പുതിയ ഓണക്കോടി അവൾക്ക് വേണ്ടി എടുത്തതാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു സ്കാർഫ്, ഒരു മഫ്ത ഞാൻ വെക്കുന്നുണ്ട്. ടൈം ടേബിൾ പ്രകാരം അവൾക്ക് ഇന്ന് ഖുറാൻ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഇന്ന് സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ കാരണം ആ ക്ലാസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഒരു റിസ്ക് എടുക്കുന്നില്ല. ഞാൻ ടൈം ടേബിളിലുള്ള കംപ്ലീറ്റ് സാധനം സെറ്റ് ചെയ്ത് അവളുടെ ബാഗിലേക്ക് വെച്ച് വിടുകയാണ്. കുഞ്ഞിപ്പോൾ നല്ല ഉറക്കമാണ്. അവൾ എണീറ്റ് വന്നതിന് ശേഷം അവളുടെ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം വേണം അവളെ ഈ പട്ടുപാവാട ഇടിപ്പിക്കാനായിട്ട്. അപ്പോൾ സാറാനെ ഇത് കഴിഞ്ഞ ദിവസം ഇട്ടൊക്കെ നോക്കി അവൾക്ക് കറക്റ്റ് പാകമാണ്. അടിപൊളിയായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പട്ടുപാവാടയാണ്. പിന്നെ പട്ടുപാവാടയുടെ കൂടെ ഇടിപ്പിക്കാനായിട്ട് ഞാൻ അവൾക്ക് വേണ്ടിയിട്ടുള്ള ഹെയർ ആക്സസറീസും അതുപോലെ തന്നെ ബാക്കിയുള്ള ഓർണമെൻറ്റ്സും കാര്യങ്ങളും ഇതെല്ലാം പുതിയതായിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ അവൾ എണീറ്റ് വന്ന് അവളെ റെഡിയാക്കി അവളുടെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഇടിപ്പിച്ചു. അപ്പം രാവിലെയാണ്. അപ്പോൾ രാവിലെ ചെറിയ ഒരു പീസ് കേക്കും അതുപോലെ തന്നെ വെള്ളമൊക്കെ കുടിച്ചിരിക്കുകയാണ്. അപ്പോൾ വെറും വയറ്റിൽ വിട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നിർബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ കഴിപ്പിച്ചേച്ചാണ് വിടുന്നത്. അപ്പോൾ സാറ ഡ്രസ്സൊക്കെ ഇട്ട് സാറയുടെ ബസ് ടൈം ആകാറായി. അപ്പം ഒന്ന് ഫോട്ടോയ്ക്ക് നിൽക്കാവോടാന്ന് ചോദിച്ചപ്പോഴത്തേനും മടിയായിട്ട് നിൽക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ജാടയിട്ട് പോവാണ്. പിന്നെ ഒരു വിധത്തിൽ ഒന്ന് നിൽക്കാവോ എന്ന് ചോദിച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് നിൽക്കുന്ന, പുഞ്ചിരി മുഖത്ത് ചിരിയൊന്നും ഇല്ലാതെ ജസ്റ്റ് ഒന്ന് നിൽക്കുന്ന സീനാണ് ഈ കാണുന്നത്. അപ്പോൾ അവൾക്ക് നല്ല അടിപൊളിയായിട്ട് കറക്റ്റായിട്ട് അവൾക്കായിട്ട് തയ്പ്പിച്ച പോലത്തെ ഒരു പട്ടുപാവാടയാണ് കിട്ടിയിരിക്കുന്നത്. അടിപൊളിയായിട്ടുള്ള പട്ടുപാവാടയുടെ ബാക്കിൽ ആ ഒരു ക്ലിപ്പെന്ന് പറയുന്ന ഇടയ്ക്ക് വിട്ടു പോകുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, പിന്നും കൂടെ ഒരു
എന്താ പറയുക, ഒന്ന് ഒരു ഇതിന് വേണ്ടി സേഫ്റ്റിക്ക് വേണ്ടി ഒരു പിന്നും കൂടി കുറച്ച് 1 2 3 പിന്നും കൂടി കുത്തി വിട്ടതാണ്. അതാകുമ്പോഴത്തേനും വിട്ടുപോയാലും കൊച്ചിന് ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്തില്ലല്ലോ. അപ്പോൾ അതിന് ശേഷം അവർ പോയി, അവർ സലാമൊക്കെ പറഞ്ഞ് ടാറ്റയൊക്കെ തന്നു പോയി. അതിന് ശേഷം ഞാനിത് കിച്ചൺ ഡ്യൂട്ടിയിലാണ്, ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷനിലാണ്. വളരെ സിമ്പിളായിട്ട് ലൈറ്റായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഞാൻ കഫക്കെട്ടും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കാരണം ബ്ലാക്ക് ടീ ആണ് നമ്മൾ കുറച്ച് ഡേയ്സായിട്ട് കുടിക്കുന്നത്. അപ്പോൾ സ്റ്റീവിയ എന്ന് പറയുന്ന ഒരു പൗഡറാണ് യൂസ് ചെയ്യുന്നത്. റെഗുലറായിട്ട് ഡയറക്റ്റ് ഷുഗർ ഇപ്പോൾ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഷുഗർ കണ്ടൻറ്റ് ഇല്ലാത്ത ഒരു സ്വീറ്റനിങ് ഏജൻറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടീ, കാർഡം, ഏലക്ക എല്ലാം ആക്കിയിട്ട്. പിന്നെ അതിന് ശേഷം ഞാൻ മുട്ടക്കറിയാണ് ഇന്ന് വെക്കുന്നത്. അതിന് ശേഷം മുട്ട ബോയിൽ ചെയ്യുകയാണ്. പിന്നെ ഓൾറെഡി ഞാൻ തലേന്ന് മുട്ടക്കറി വെച്ചിട്ടുണ്ട്. മുട്ടക്കറി വെച്ചപ്പോൾ നമുക്ക് ഡിന്നറിന് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2-3 മുട്ട പുഴുങ്ങി അതിട്ടു, അത് കഴിച്ച് തീർത്തു. അതിന് ശേഷം ഫ്രഷായിട്ട് പുതിയ മുട്ട ബോയിൽ ചെയ്ത് മുട്ടക്കറിയിലേക്ക് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ബ്ലാക്ക് ടീ വെച്ചു. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ടീ റെഡിയായി. ഇതാണ് നമ്മുടെ മുട്ടക്കറി എന്ന് പറയുന്നത്. ഞാൻ ഡിന്നറിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ എൻ്റെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഒരു ചില്ലി പൗഡറൊക്കെ ഒട്ടും ഇടാത്ത ഒരു മുട്ടക്കറിയുടെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്തായിരുന്നു. അതാണ് ഈ മുട്ടക്കറി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ മുട്ടക്കറി കൂട്ടി വെച്ചായിരുന്നു. അപ്പോൾ ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി മുട്ടക്കറിയുടെ റെസിപ്പി എന്ന് പറയുന്നത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് ചെന്ന് കാണുക. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ അപ്പത്തിൻ്റെ മാവ് ഫ്രിഡ്ജിൽ അരച്ച് വെച്ചിരുന്നു. അത് തണുപ്പൊക്കെ പോകാനായിട്ട് പുറത്തേക്ക് വെച്ചതാണ്. ഇനി ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ സോഡാപ്പൊടിയും ചേർത്ത് അപ്പം കലക്കി വെച്ചതിന് ശേഷം ചൂടും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള അപ്പം കിട്ടും. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ഫുൾ ടൈം AC ആണ്. വീടിൻ്റെ അകത്ത് തണുപ്പാണ്. എങ്കിൽ പോലും എൻ്റെ അപ്പവും ദോശയും ഇഡ്ഡലിയും ഒക്കെ എനിക്ക് അടിപൊളിയായിട്ട് കിട്ടാറുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ അപ്പം അരച്ച ഉടനെ അതിലേക്ക് കുറച്ച് ഉപ്പും ആവശ്യത്തിന് കുറച്ച് പഞ്ചസാരയും അതുപോലെ തന്നെ കുറച്ച് സോഡാപ്പൊടി ഇട്ട് കലക്കി വെക്കും. അപ്പോൾ അങ്ങനെയാകുമ്പോഴത്തേനും അത് ഫെർമെൻറ്റേഷൻ പ്രോസസ്സിനെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തോളും, അപ്പം പുളിച്ചോളും. അപ്പോൾ അതിനുശേഷം പിന്നീട് എപ്പോൾ അപ്പം ചുടാനായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് മാവ് എടുക്കുന്നു അപ്പോൾ തണുപ്പ് പോയതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും, പിന്നീടാണ് ഉപ്പും സോഡാപ്പൊടിയും ചേർത്ത് അപ്പം ചുട്ടെടുക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ അപ്പം കണ്ടല്ലോ. ഇതുപോലെ തന്നെയാണ് എനിക്ക് വളരെ ടേസ്റ്റി ആയിട്ട് അടിപൊളിയായിട്ടുള്ള അപ്പം കിട്ടാറുണ്ട്. അപ്പോൾ എനിക്ക് നല്ല അപ്പവും കിട്ടാറുണ്ട്, ദോശയും കിട്ടാറുണ്ട്, ഇഡ്ഡലിയും കിട്ടാറുണ്ട്. അപ്പോൾ ഓരോരുത്തർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം ശരിയാവാറില്ല എന്നൊക്കെ. ഇതെന്ന് പറയുന്നത് എൻ്റെ അമ്മച്ചി പകർന്നു തന്ന ഒരു ശീലമാണ്. അപ്പം അരച്ച ഉടനെ ഒരു ഞുള്ള് പഞ്ചസാര ഇടുക, അതിന് ശേഷം ഒരു ഞുള്ള് സോഡാപ്പൊടി ഇടുക. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇന്നേവരെ എനിക്ക് എൻ്റെ മാവിൻ്റെ കാര്യത്തിൽ ഇന്നേവരെ പ്രോബ്ലംസ് ഒന്നും വന്നിട്ടില്ല. അപ്പം ഇങ്ങനെ ഫോളോ ചെയ്യുന്നത് കൊണ്ട്. അപ്പോൾ അപ്പം ശരിയാകാത്തവർ ദുബായിൽ UAE ഉള്ളവർ അപ്പം ശരിയാത്തവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിന് ശേഷം എൻ്റെ കിച്ചൺ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ഇക്കാക്ക് ബ്രേക്ക്ഫാസ്റ്റ് വിളമ്പി കൊടുത്തു. ഇക്കാക്ക് ബ്രേക്ക്ഫാസ്റ്റ് വിളമ്പി കൊടുത്തതിന് ശേഷം ഞാൻ എനിക്ക് കഴിക്കാനുള്ള ഫുഡ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു ഗ്ലാസ് നല്ല അടിപൊളി ചൂട് ബ്ലാക്ക് ടീയും അതുപോലെ തന്നെ 2 വെള്ളയപ്പവും. പിന്നെ ഈ ഷോട്ടിൽ ഞാൻ 2 മുട്ട പുഴുങ്ങിയതൊക്കെ എടുത്ത് നല്ല ആർഭാടത്തിന് വെക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഷോർട്ട് കാണുന്നവർക്ക് അറിയാം. എൻ്റെ ലോങ് വീഡിയോ കാണുന്ന ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ എൻ്റെ ഷോർട്ട് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ എൻ്റെ ഷോർട്ട് കാണുന്നവർക്കറിയാം ഞാൻ എൻ്റെ ഷോർട്സിൻ്റെ കണ്ടൻറ്റായിട്ട് ഉൾപ്പെടുത്തുന്നത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, അതുപോലെ തന്നെ എൻ്റെ സ്നാക്ക് ടൈം, അങ്ങനെയുള്ള വീഡിയോസാണ്. അപ്പം ഞാൻ എൻ്റെ ഷോർട്സിന് വേണ്ടിയിട്ട് ഞാൻ പ്ലേറ്റിൽ സെർവ് ചെയ്യുന്ന വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു അരങ്ങിന് വേണ്ടിയിട്ട് 2 മുട്ട പുഴുങ്ങിയതൊക്കെ വെക്കുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് 2 വെള്ളയപ്പവും 1 മുട്ട പുഴുങ്ങിയതും 1 ഗ്ലാസ് ബ്ലാക്ക് ടീ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ അടിപൊളിയായിട്ടുള്ള മുട്ടക്കറി. ഈ മുട്ടക്കറി എന്ന് പറയുന്നത് എല്ലാത്തിനും വളരെ സൂപ്പർ കോമ്പിനേഷനാണ്. ഇടിയപ്പത്തിനും പത്തിരിക്കും വെള്ളയപ്പത്തിനും ചപ്പാത്തിക്കും എല്ലാത്തിനും സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ ഈ മുട്ടക്കറി എന്ന് പറയുന്നത് ചിലപ്പോൾ ഞാൻ മഞ്ഞപ്പൊടിയും പച്ചമുളകും മാത്രം ഇട്ട് വെക്കാറുണ്ട്, ചിലപ്പോൾ ചില്ലി പൗഡറും മഞ്ഞപ്പൊടിയും പച്ചമുളകും ഇട്ട് വെക്കാറുണ്ട്, ചിലപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് വെക്കാറുണ്ട്, ചിലപ്പോൾ തേങ്ങാപ്പാൽ ചേർക്കാതെ വെക്കാറുണ്ട്, തിക്കായിട്ട് വെക്കാറുണ്ട്, ഡ്രൈ ആയിട്ട് വെക്കാറുണ്ട്, അതുപോലെ തന്നെ നല്ല ലൂസായിട്ട് വെക്കാറുണ്ട്. മുട്ടക്കറി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ മൂഡിനനുസരിച്ച് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് മാറ്റിയും മറിച്ചും വെക്കാമല്ലോ.
മുട്ടക്കറി എന്നല്ല, ചിക്കൻ കറി എന്താണേലും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ രീതിക്കനുസരിച്ച് നമുക്ക് വെക്കാമല്ലോ. അപ്പോൾ അതാ വളരെ ടേസ്റ്റി ആയിട്ട് എൻജോയ് ചെയ്ത് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതിനുശേഷം എൻ്റെ സൈറു ഉറക്കത്തിൽ നിന്നൊക്കെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്ന് അവളെ മുടിയൊക്കെ കെട്ടി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങളിപ്പോൾ ഇതാ സാറാ മോള് വരാറായി. അപ്പോൾ സാറാ മോള് വരാറായി. അപ്പോൾ അവളുടെ ബസ് ടൈം ആകാറായി. അപ്പോൾ അവളെ ഞങ്ങൾ താഴെ പിക്ക് ചെയ്യാനായിട്ട് പോകാനുള്ള ടൈമായി. അപ്പോൾ ഇതാ സായിറ നല്ല മൂഡായിട്ട് ഹാപ്പിയായിട്ട് ചിരിച്ച് കളിച്ച് ഇരിക്കുകയാണ്. അതിന് ശേഷം ഇതാ ഞങ്ങളിപ്പോൾ സാറാനെ വിളിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ സാറാനെ സ്കൂളിലേക്ക് വിടുന്ന വീഡിയോ ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറാനെ പിക്ക് ചെയ്യാനുള്ള ടൈമുമായി. അപ്പോൾ സാറ പോയതിന് ശേഷം ഞാൻ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കുക്ക് ചെയ്തു. അതിന് ശേഷം ഇക്കാക്ക് ഫുഡ് കൊടുത്തു, ഇക്കാനെ വിട്ടു. അതിന് ശേഷം എൻജോയ് ചെയ്ത് ഞാൻ എൻ്റെ ഫുഡ് സെർവ് ചെയ്തു, ഞാൻ എൻ്റെ ഫുഡ് കഴിച്ചു. അതിന് ശേഷം എന്താണ് സൈറു ഉറങ്ങുന്ന സമയമായിരുന്നു. കുറേ നേരം ഗ്യാപ്പൊക്കെ എടുത്ത് ഞാൻ എൻജോയ് ചെയ്ത് എൻ്റെ മീ ടൈം എൻജോയ് ചെയ്ത് കുറേ നേരം ഫ്രീ ആയിട്ടിരുന്നു. അപ്പോൾ അതിനുശേഷം ഇതാ ഞാൻ സാറാനെ വിളിക്കാനായിട്ട് ഞാനും സൈറും പോവുകയാണ്. അപ്പോൾ സാറയുടെ ബസ് എന്ന് പറയുന്നത് കറക്റ്റ് 11:45 ആകുമ്പോഴത്തേനും വരും. അപ്പോൾ ഞങ്ങളൊരു 11:40 ആകുമ്പോഴത്തേനാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ചില ദിവസങ്ങളിൽ കുറച്ച് നേരത്തെ ഇറങ്ങാറുണ്ട്, ചില ദിവസങ്ങളിൽ കറക്റ്റ് ടൈം നോക്കിയിട്ടേ ഇറങ്ങാറുള്ളൂ. അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. അപ്പോൾ ഞങ്ങളിതാ ലിഫ്റ്റിൽ കയറിയതിന് ശേഷം വെറുതെ ഞാനും സൈറും എൻ്റെ ഫോണിലും നോക്കി ഇരിക്കുകയാണ്. അതിന് ശേഷം സാറാനെ നമ്മൾ പിക്ക് ചെയ്തതിന് ശേഷം സാറ തിരിച്ചു വരികയാണ്. അപ്പോൾ സാറയുടെ തിരിച്ചു വരാനുള്ള ടൈം ആയിട്ടുണ്ട്. സാറ തിരിച്ചു വന്നു. അവളുടെ പട്ടുപാവാടയൊക്കെ ഇട്ട് ഓണമൊക്കെ സെലിബ്രേറ്റ് ചെയ്തതിന് ശേഷം എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് ബസ്സിൽ വെച്ച് ചെറിയൊരു ഉറക്കമൊക്കെ ആയിരുന്നെന്ന് തോന്നുന്നു. ഉറക്കമൊക്കെ കഴിഞ്ഞ് അവൾ ഹാപ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് വേറെ ഒരുപാട് വിശേഷങ്ങളൊന്നുമില്ല. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സാറയുടെ സ്നാക്ക് ബോക്സ് പ്രിപ്പറേഷനും അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോയുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ഞാനിനി സാറാനെ കൊണ്ടുപോയി ഡ്രസ്സൊക്കെ ഈ പട്ടുപാവാടയൊക്കെ മാറ്റി അവളെ കുളിപ്പിച്ച് അവളുടെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, അവളുടെ ഒരു കുഞ്ഞ് ഉറക്കം എല്ലാം അവൾക്ക് നടത്തണം. അപ്പോൾ നമ്മളുടെ ഈ ഒരു കൊച്ചു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കാണുക. പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഷോർട്സിനൊക്കെ നല്ല രീതിയിലുള്ള ഒരുപാട് സപ്പോർട്ട് എനിക്ക് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ലോങ് വീഡിയോസിനും കുഴപ്പമില്ലാത്ത സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ 1300 സബ്സ്ക്രൈബേഴ്സിന് മേലെ ആയിട്ടുണ്ട്. ഈ അടുത്തെങ്ങാണ്ടാണ് ഞാൻ 1000 സബ്സ്ക്രൈബേഴ്സ് ആയത്. അപ്പോൾ ഒട്ടും താമസമില്ലാതെ തന്നെ ആയിട്ടുണ്ട്. താങ്ക് യു.